ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് സ്ട്രക്ചറൽ അനാലിസിസ് 2 എന്ന പേപ്പറിലെ 6th മൊഡ്യൂളിലെ ടോപ്പിക് ആണ് ഷേപ്പ് ഫാക്ടർ ഫോർ കോമ്പോസിറ്റ് സെക്ഷൻസ്. കോമ്പോസിറ്റ് സെക്ഷൻസിന്റെ ഷേപ്പ് ഫാക്ടർ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. സോ കഴിഞ്ഞ വീഡിയോ ലെക്ചറിൽ നമ്മൾ എന്താണ് ഷേപ്പ് ഫാക്ടർ, എങ്ങനെയാണ് ഷേപ്പ് ഫാക്ടർ ഡിറ്റർമിൻ ചെയ്യുന്നത്, സിമ്പിൾ ജോമെട്രിക് ഫിഗേഴ്സിന്റെ ഷേപ്പ് ഫാക്ടർ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ള പോയിന്റ്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഷേപ്പ് ഫാക്ടർ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിന്റെ ജോമെട്രിക് പ്രോപ്പർട്ടി ആണ്. ഇറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി ടു yield മൊമെന്റ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കോമ്പോസിറ്റ് സെക്ഷന്റെ ഷേപ്പ് ഫാക്ടർ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം എന്നാണ്. സോ ഹിയർ ഇസ് ദ പ്രോബ്ലം. Calculate the shape factor of the I section shown in figure. If the value of yield stress is 250 Newton per mm square, find the plastic moment capacity of the section. So ഇവിടെ നിങ്ങൾക്ക് ഒരു സിമെട്രിക് I section തന്നിട്ടുണ്ട്. ഈ സിമെട്രിക് I sectionന്റെ yield stress 250 Newton per mm square ആണെന്ന് തന്നിട്ടുണ്ട്. ഈ I sectionന്റെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി ആൻഡ് ഷേപ്പ് ഫാക്ടർ ഡിറ്റർമിൻ ചെയ്യാനാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഷേപ്പ് ഫാക്ടർ ഡിറ്റർമിൻ ചെയ്യാനുള്ള ഫോർമുല MP divided by my ആണ്. സോ നമുക്ക് സൊല്യൂഷനിലോട്ട് കടക്കാം. First step is to find the yield moment. My is equal to Fy into Z, where Z is the section modulus and Z is equal to I by Y. Then I is the moment of inertia of given section about the centroidal axis and Y is the maximum depth to neutral axis. So moment of inertia compute ചെയ്യാനായിട്ട് composite sectionന്റെ കേസ് വരുമ്പോൾ parallaxis theorem ആണ് usually നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ since this section is symmetric, നമുക്ക് parallaxis theorem യൂസ് ചെയ്യണമെന്നില്ല. ഈ വലിയ റെക്ടാംഗിളിന്റെ moment of inertia about centroidal axis ൽ നിന്നും ഈ രണ്ട് കുഞ്ഞു റെക്ടാംഗിൾസിന്റെ moment of inertia about centroidal axis ഡിഡക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ സിമെട്രിക് I sectionന്റെ moment of inertia about centroidal axis compute ചെയ്യാനായിട്ട് പറ്റും. Okay, so I is equal to വലിയ റെക്ടാംഗിളിന്റെ BD cube by 12, വലിയ റെക്ടാംഗിളിന്റെ moment of inertia about centroidal axis minus 2 into കുഞ്ഞു റെക്ടാംഗിളിന്റെ moment of inertia is BD cube by 12. ഇനി ക്യാപിറ്റൽ B എന്ന് പറയുന്നത് വലിയ റെക്ടാംഗിളിന്റെ ബേസ് ആണ്, ദാറ്റ് ഇസ് 100 mm. ദെൻ ക്യാപിറ്റൽ D എന്ന് പറയുന്നത് വലിയ റെക്ടാംഗിളിന്റെ ഡെപ്ത് ആണ് 250 mm. ദെൻ സ്മോൾ b എന്ന് പറയുന്നത് കുഞ്ഞു റെക്ടാംഗിളിന്റെ വിഡ്ത്ത് ആണ്, വിച്ച് ഇസ് 100 minus 6 by 2. ദെൻ D എന്ന് പറയുന്നത് കുഞ്ഞു റെക്ടാംഗിളിന്റെ ഡെപ്ത് ആണ്, വിച്ച് ഇസ് 250 minus 20. Okay, so B D values I യുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക, you will get the moment of inertia of this I section about the centroidal axis. Then find the depth to neutral axis. Since ഇത് symmetric section ആയതുകൊണ്ട് തന്നെ I sectionന്റെ ടോപ്പ് മുതൽ neutral axis വരെയുള്ള ഡെപ്തും ബോട്ടം മുതൽ neutral axis വരെയുള്ള ഡെപ്തും സെയിം ആണ്. So Y is equal to D by 2. So you will get maximum depth to neutral axis as 125 mm. So already നമുക്ക് moment of inertia കിട്ടി, depth to neutral axis കിട്ടി. So find Z section modulus I by Y, value substitute ചെയ്യുക, you will get section modulus. Then find yield moment My, Fy into Z. Fy യുടെ value question തന്നിട്ടുണ്ട്, Z നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്, value substitute ചെയ്യുക, simplify ചെയ്യുക, you will get My as 6980033.33 Newton mm. So
yield moment കിട്ടിക്കഴിഞ്ഞാൽ next step എന്ന് പറയുന്നത് compute plastic moment capacity. So for that ഞാൻ ആദ്യം plastic neutral axis നമ്മുടെ given symmetric I section about ആയിട്ട് plastic neutral axis വരയ്ക്കുകയാണ്. കഴിഞ്ഞ വീഡിയോ ലെക്ചറിൽ മെൻഷൻ ചെയ്തതുപോലെ plastic neutral axis രണ്ട് ഏരിയനെ ഈക്വലി ഡിവൈഡ് ചെയ്യും, അല്ലെങ്കിൽ ടോട്ടൽ സെക്ഷണൽ ഏരിയനെ പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് ഈക്വലി ഡിവൈഡ് ചെയ്യും. ആൻഡ് ഓൾസോ സ്ട്രെസ് ഡയഗ്രാം പ്ലാസ്റ്റിക് അനാലിസിസിലെ ഐ സെക്ഷന്റെ സ്ട്രെസ് ഡയഗ്രാം പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഹിയർ plastic moment capacity is FyA1Y1 plus FyA2Y2 plus FyA3Y3 plus FyA4Y4, where A1 plastic neutral axis ന് മുകളിലുള്ള region compression region ആണ്. compression region-ലെ I sectionന്റെ flange-ന്റെ area ആണ് A1. compression region-ലെ I sectionന്റെ web-ലെ area ആണ് A2. then A3 എന്ന് പറയുന്നത് tension region-ലെ I sectionന്റെ flange-ലെ area and A4 is tension region-ലെ I sectionന്റെ web-ലെ area. so അതാണ് A1, A2, A3, A4 ഞാൻ കൃത്യമായി ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. then Y1 എന്ന് പറയുന്നത് A1 ഏരിയയുടെ സെൻട്രോയിഡ് മുതൽ പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡെപ്ത് ആണ്. A1ന്റെ സെൻട്രോയിഡ് മുതൽ പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡെപ്ത് ആണ് Y1. then Y2 എന്ന് പറയുന്നത് A2 റെക്ടാംഗിളിന്റെ സെൻട്രോയിഡ് മുതൽ പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡെപ്ത് ആണ് Y2 എന്ന് പറയുന്നത്. ഓക്കെ, then Y3 എന്ന് പറയുന്നത് A3 ഏരിയയുടെ സെൻട്രോയിഡ് മുതൽ പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡെപ്ത് ആണ് Y3. then Y4 എന്ന് പറയുന്നത് A4 എന്ന ഏരിയയുടെ സെൻട്രോയിഡ് മുതൽ പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡെപ്ത് ആണ്. ഓക്കെ, സോ Y1, Y2, Y3, Y4 ക്ലിയർ ആയോ? then ഫസ്റ്റ് A1 എന്ന് പറയുന്നത് കംപ്രഷൻ റീജിയനിലെ റെക്ടാംഗിളിന്റെ ഏരിയ. റെക്ടാംഗിളിന്റെ ഏരിയ B into D. then Y1 എന്ന് പറയുന്നത് A1ന്റെ സെൻട്രോയിഡ് മുതൽ പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡെപ്ത്. പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസിന് മുകളിലുള്ള ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത് 125 ആണ്. 125ൽ നിന്നും 10/2 ഡിഡക്ട് ചെയ്യുക. that is 125 minus 5 will give you Y1. then similarly A2, Y2 compute ചെയ്യുക. then A3, Y3 compute ചെയ്യുക and A4, Y4. so area and centroidal distance value കിട്ടിക്കഴിഞ്ഞാൽ find the plastic moment capacity. plastic moment capacity കിട്ടിക്കഴിഞ്ഞാൽ next find the shape factor. S is equal to MP divided by My. MP value already കിട്ടിയിട്ടുണ്ട്. My value നമുക്ക് കിട്ടിയിട്ടുണ്ട്. രണ്ട് വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. You will get shape factor as 1.144. ഇനി ശ്രദ്ധിക്കുക, സിമെട്രിക് ഐ സെക്ഷന്റെ ഷേപ്പ് ഫാക്ടർ ഡിറ്റർമിൻ ചെയ്യാനുള്ള ഫോർമുല ഓൾറെഡി കഴിഞ്ഞ വീഡിയോ ലെക്ചറിൽ നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു. S is equal to 1.5 into BD square minus 2BD square into D divided by BD cube minus 2BD cube. So ഈ ഫോർമുല ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരുന്നാൽ ഈ ഫോർമുലയിൽ ഡയറക്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് സിമെട്രിക് ഐ സെക്ഷന്റെ ഷേപ്പ് ഫാക്ടർ കമ്പ്യൂട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫോർമുലയിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടിയ ആൻസർ, ഇപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ഡയറക്റ്റ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കരുത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ ചെയ്യണം. ഓക്കെ, next question, calculate the shape factor of the T section shown in figure. so ഫിഗറിൽ ഒരു T section നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ T sectionന്റെ shape factor determine ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. so solution, first step is to find the yield moment. My is equal to Fy into Z, where Z is the section modulus, which is equal to I by Y, where I is the moment of inertia about centroidal axis. so ഇതുവരെ തന്ന പ്രോബ്ലംസിലൊക്കെ given section symmetric about X and Y axis ആയിരുന്നു. so അതുകൊണ്ട് തന്നെ നമുക്ക് moment of inertia about centroidal X axis compute ചെയ്യാനായിട്ട് ഈസി ആയിരുന്നു. പക്ഷേ ഇവിടെ the section is not symmetric about X axis. ഈ T section X axis ന് about ആയിട്ട് symmetric അല്ല.
സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് വി നീഡ് ടു ലൊക്കേറ്റ് ദി സെൻട്രോയിഡ്. സോ ഫസ്റ്റ് നമുക്ക് ഈ ഗിവൺ ടി സെക്ഷന്റെ സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യണം. സോ എങ്ങനെയാണ് ടി സെക്ഷന്റെ സെൻട്രോയിഡ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് എന്ന് ഓൾറെഡി ഫസ്റ്റ് ഇയർ മെക്കാനിക്സ് പേപ്പറിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ ഞാൻ ടി സെക്ഷന്റെ ടോപ്പിൽ നിന്നും സെൻട്രോയിഡൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ ഞാൻ ഇവിടെ ടി സെക്ഷൻ മാർക്ക് ചെയ്തു. സിമെട്രിക് അബൌട്ട് y ആക്സിസ് ആണ്. സോ y ആക്സിസ് ഓഫ് സിമെട്രി മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ ന്യൂട്രൽ ആക്സിസ് മാർക്ക് ചെയ്തു. ന്യൂട്രൽ ആക്സിസ് ഈസ് ദ എക്സ് സെൻട്രോയിഡൽ ആക്സിസ്. ദെൻ ഈ രണ്ട് ആക്സിസും മീറ്റ് ചെയ്യുന്ന പോയിന്റിലാണ് നമ്മുടെ ഗിവൺ സെക്ഷന്റെ സെൻട്രോയിഡ്. സോ ഞാൻ പറയാണ് ഈ ടി സെക്ഷന്റെ ടോപ്പിൽ നിന്നും എക്സ് സെൻട്രോയിഡൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് y bar. സോ ഫസ്റ്റ് യു നീഡ് ടു കാൽക്കുലേറ്റ് y bar. y bar കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഫോർമുലാസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. a1 y1 plus a2 y2 divided by a1 plus a2. സോ ഞാൻ ഫസ്റ്റ് y1 y2 കമ്പ്യൂട്ട് ചെയ്യാണ്. ഞാൻ ഫസ്റ്റ് ഏരിയ ഈ ടി സെക്ഷന്റെ ടോപ്പ് ഫ്ലാഞ്ചിനെയാണ് ഞാൻ ഫസ്റ്റ് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്തത്. ദെൻ സെക്കൻഡ് ടി സെക്ഷന്റെ വെബിനെയാണ് ഞാൻ സെക്കൻഡ് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ y1 എന്ന് പറയുന്നത് ഫസ്റ്റ് സെക്ഷന്റെ സെൻട്രോയിഡ് മുതൽ റഫറൻസ് ആക്സിസ് വരെ, നമ്മൾ ഒരു റഫറൻസ് ആക്സിസ് എടുത്തിരിക്കുന്നത് ടി സെക്ഷന്റെ ടോപ്പ് ആണ്. സോ ഫസ്റ്റ് സെക്ഷന്റെ സെൻട്രോയിഡ് മുതൽ ടി സെക്ഷന്റെ ടോപ്പ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് y1. ദെൻ y2 എന്ന് പറയുന്നത് സെക്കൻഡ് സെക്ഷന്റെ സെൻട്രോയിഡ് മുതൽ ടോപ്പ് വരെ, ടി സെക്ഷന്റെ ടോപ്പ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് y2. ഓക്കെ, സോ y1 y2 കമ്പ്യൂട്ട് ചെയ്യുക. ദെൻ a1 a2 കമ്പ്യൂട്ട് ചെയ്യുക. ദെൻ ഫൈൻഡ് y bar. y bar is equal to a1 y1 plus a2 y2 divided by a1 plus a2. So y bar കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ടോപ്പിൽ നിന്നും 33.695 mm മാറിയിട്ടാണ് ന്യൂട്രൽ ആക്സിസ് അല്ലെങ്കിൽ എക്സ് സെൻട്രോയിഡൽ ആക്സിസ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് y bar കിട്ടി. അപ്പൊ നമ്മള് സെൻട്രോയിഡൽ ആക്സിസ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്തു. സെൻട്രോയിഡൽ ആക്സിസ് തന്നെയാണ് നമ്മുടെ ന്യൂട്രൽ ആക്സിസ്. ദെൻ നമുക്ക് വേണ്ടത് സെക്ഷൻ മോഡുലസ് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് മൊമെന്റ് ഓഫ് ഇനർഷ്യ I ഡിവൈഡഡ് ബൈ y ആണ് നമുക്ക് വേണ്ടത്, where y is the maximum depth to neutral axis. So y bar നമുക്ക് കിട്ടിയിരിക്കുന്നത് 33.695 ആണ്. അതായത് ടി സെക്ഷന്റെ ടോപ്പ് മുതൽ ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡെപ്ത് ആണ് 33.695. ഇനി നമുക്ക് വേണ്ടത് മാക്സിമം ഡെപ്ത് ആണ്. അപ്പോ ടി സെക്ഷന്റെ ബോട്ടം മുതൽ ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഹൈറ്റ് 120 മൈനസ് 33.695 ആണ്, which is 86.304. So y ബാറിനേക്കാൾ വലുതാണ് ടി സെക്ഷന്റെ ബോട്ടം മുതൽ ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഹൈറ്റ്. സോ y max is 86.304. Then next നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് കമ്പ്യൂട്ട് ചെയ്യാം by using parallaxis theorem. So ഇത് composite section ആയതുകൊണ്ട് തന്നെ parallaxis theorem യൂസ് ചെയ്തിട്ടാണ് നമ്മൾ moment of inertia about centroidal axis compute ചെയ്യുന്നത്. So I is equal to IG1 plus A1 H1 square plus IG2 plus A2 H2 square. Then IG1 IG2 compute ചെയ്യുക. Moment of inertia of rectangular section about centroidal axis. Then H1 H2 compute ചെയ്യുക. H1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഏരിയയുടെ സെൻട്രോയിഡ് മുതൽ നമ്മുടെ സെൻട്രോയിഡൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ദെൻ H2 എന്ന് പറയുന്നത് സെക്കൻഡ് സെക്ഷന്റെ സെൻട്രോയിഡ് മുതൽ നമ്മുടെ സെൻട്രോയിഡൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ്. സോ IG1 G2 ആൻഡ് H1 H2 കിട്ടിക്കഴിഞ്ഞാൽ ഫൈൻഡ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദിസ് കോമ്പോസിറ്റ് സെക്ഷൻ. മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഫോർമുലയിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുക, യു വിൽ ഗെറ്റ് I. ദെൻ I കിട്ടി, y max കിട്ടി. സോ ഫൈൻഡ് Z I by y, values substitute here, simplify here, you will get the section modulus Z. Then my is equal to fy into Z. So my calculate ചെയ്ത് കഴിഞ്ഞു. Then next step is to find the plastic moment capacity. Plastic moment capacity compute ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് വരയ്ക്കണം. ഒരു സിമെട്രിക് സെക്ഷൻ ആയിരുന്നു എങ്കിൽ പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് ഓൾവേസ് ആ സെക്ഷന്റെ സെന്ററിലൂടെ ആയിരിക്കും പോകുന്നത്. സോ ദാറ്റ് പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസിന് മുകളിലുള്ള ഏരിയയും താഴെയുള്ള ഏരിയയും സെയിം ആയിരിക്കും. പക്ഷേ ഇവിടെ
T section ഒരു unsymmetric section ആയതുകൊണ്ട് തന്നെ first you need to locate the plastic neutral axis. അപ്പൊ first ഇവിടെ plastic neutral axis നമുക്ക് locate ചെയ്യണം. അതിനായി ഞാൻ ചെയ്യുന്നത് T sectionന്റെ top flangeൽ നിന്നും ഫ്ലാഞ്ചിന്റെ ടോപ്പിൽ നിന്നും YP ഡിസ്റ്റൻസ് മാറിയാണ് പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് കിടക്കുന്നതെന്ന് അസ്യൂം ചെയ്തു. സോ ശ്രദ്ധിക്കുക, ഗിവൻ T സെക്ഷന്റെ ടോപ്പിൽ നിന്നും YP ഡിസ്റ്റൻസ് മാറിയാണ് പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് കിടക്കുന്നത് എന്ന് ഞാൻ അസ്യൂം ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ഈ YP കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഇപ്പൊ YP ഫ്ലാഞ്ചിന്റെ വിഡ്ത്ത് 10 mm ആണ്. സോ YP 10നേക്കാൾ ചെറിയ വാല്യൂ കിട്ടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ അസംഷൻ കറക്റ്റ് ആണ്, അതായത് പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് ഫ്ലാഞ്ചിൽ തന്നെയാണ് എന്ന് പറയാം. ഓക്കെ, അപ്പോ T സെക്ഷന്റെ ടോപ്പ് മുതൽ പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡെപ്ത് YP ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് ഫ്ലാഞ്ചിലാണ് കിടക്കുന്നതെന്ന് ഞാൻ അസ്യൂം ചെയ്യുകയാണ്. സോ എനിക്ക് YP ലെസ് ദാൻ 10 കിട്ടുകയാണെങ്കിൽ എന്റെ അസംഷൻ കറക്റ്റ് ആണ്. ഓക്കെ, സോ YP കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് ഞാൻ ചെയ്യുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് നമ്മുടെ സെക്ഷനെ ഈക്വലി ഡിവൈഡ് ചെയ്യും. അപ്പൊ പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസിന് മുകളിലുള്ള ഏരിയ താഴെയുള്ള ഏരിയയും ഈക്വൽ ആയിരിക്കും. അല്ല എങ്കിൽ പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസിന് മുകളിലുള്ള കംപ്രഷൻ റീജിയനിലെ ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ ഏരിയയുടെ ഹാഫ് ആയിരിക്കും. ദാറ്റ് ഇസ് AC is equal to total area of the section divided by 2. ഇനി AC എന്ന് പറയുന്നത് എന്താണ്? ഫ്ലാഞ്ചിന്റെ width 120 into depth YP which is equal to total area divided by 2. So equationൽ നിന്നും YP നമുക്ക് കിട്ടി 9.583. 9.583 less than 10 ആണ്. So നമ്മുടെ assumption correct ആണ്. Plastic neutral axis ഫ്ലാഞ്ചിൽ തന്നെയാണ്. Okay. So നമുക്ക് plastic neutral axis already നമ്മൾ locate ചെയ്ത് കഴിഞ്ഞു. ഇനി next step is to find the plastic moment capacity. Okay. അപ്പോ MP എന്ന് പറയുന്നത് plastic neutral axisന് മുകളിൽ ഒരു ഏരിയ ഉണ്ട് A1. Then plastic neutral axis ന് താഴെ രണ്ട് rectangular areas ഉണ്ട്, അത് A2 and A3. Okay. Then MP is equal to Fy into A1y1 plus Fy into A2y2 plus Fy into A3y3. Then A1, A2, A3 മൂന്ന് rectangles-ന്റെയും ഏരിയ കമ്പ്യൂട്ട് ചെയ്യുക. Y1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഏരിയയുടെ സെൻട്രോയിഡ് മുതൽ പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡെപ്ത്. Then Y2 എന്ന് പറയുന്നത് സെക്കൻഡ് ഏരിയയുടെ സെൻട്രോയിഡ് മുതൽ പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡെപ്ത്. Then Y3 എന്ന് പറയുന്നത് തേർഡ് ഏരിയയുടെ സെൻട്രോയിഡ് മുതൽ പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡെപ്ത്. Y1, Y2, Y3 കമ്പ്യൂട്ട് ചെയ്യുക. Then find MP. So MP കിട്ടിക്കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് My കിട്ടിയിട്ടുണ്ട്. MP, My values shape factor ന്റെ equationൽ substitute ചെയ്യുക. You will get shape factor for this T section as 1.801. Okay. So T sectionന്റെ shape factor ഇങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. Next problem, calculate the shape factor of the unequal I section shown in figure. So ഫിഗറിൽ ഒരു അൺഈക്വൽ ഐ സെക്ഷൻ തന്നിട്ടുണ്ട്. ഈ ഐ സെക്ഷന്റെ ഷേപ്പ് ഫാക്ടർ ഡിറ്റർമിൻ ചെയ്യാനാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ഈ അൺഈക്വൽ ഐ സെക്ഷൻ ഇറ്റ്സ് നോട്ട് സിമെട്രിക് അബൌട്ട് എക്സ് ആക്സിസ്. സോ എക്സ് ആക്സിസിന് അബൌട്ട് ആയിട്ട് സിമെട്രിക് അല്ലാത്തത് കൊണ്ട് തന്നെ ടി സെക്ഷൻ എങ്ങനെ ഷേപ്പ് ഫാക്ടർ ഡിറ്റർമിൻ ചെയ്തു, സെയിം മെത്തേഡിലാണ് നമ്മൾ ഈ അൺഈക്വൽ ഐ സെക്ഷന്റെയും ഷേപ്പ് ഫാക്ടർ ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ സൊല്യൂഷനിലോട്ട് കിടക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, യു നീഡ് ടു ഫൈൻഡ് ദി yield moment. My is equal to Fy into Z, where Z is the section modulus which is I by Y. So I എന്ന് പറയുന്നത് moment of inertia about centroidal axis and Y is the maximum depth to centroidal axis. So I compute ചെയ്യാനും Y compute ചെയ്യാനും നമുക്ക് centroidal axis വേണം. So symmetric section ആയിരുന്നുവെങ്കിൽ, തന്നിരിക്കുന്ന സെക്ഷൻ സിമെട്രിക് അബൌട്ട് എക്സ് ആക്സിസ് ആയിരുന്നുവെങ്കിൽ നമുക്ക് സെക്ഷന്റെ എക്സാക്ട് സെന്ററിലൂടെ ന്യൂട്രൽ ആക്സിസ് ലൊക്കേറ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇവിടെ ഇറ്റ് ഇസ് നോട്ട് സിമെട്രിക് അബൌട്ട് എക്സ് ആക്സിസ്. അതുകൊണ്ട് തന്നെ ഈ അൺഈക്വൽ ഐ സെക്ഷന്റെ സെൻട്രോയിഡൽ എക്സ് ആക്സിസ് ഫസ്റ്റ് ലൊക്കേറ്റ് ചെയ്യുക. ഫോർ ദാറ്റ് ഞാൻ കൺസിഡർ ചെയ്യാണ് ഈ ഐ സെക്ഷന്റെ ടോപ്പ് മുതൽ എക്സ് സെൻട്രോയിഡൽ ആക്സിസ് വരെയുള്ള ഡെപ്ത് y bar, and you need to find y bar.
y bar കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് അറിയാം. ഈ ഗിവൺ ഐ സെക്ഷനെ ഞാൻ 3 ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. A1, A2 ആൻഡ് A3. ദെൻ ടോപ്പ് മുതൽ ന്യൂട്രൽ ആക്സിസ് അല്ലെങ്കിൽ സെൻട്രോയിഡൽ എക്സ് ആക്സിസ് വരെയുള്ള ഡെപ്ത് ആണ് y bar. സോ y bar കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഫോർമുല A1 y1 plus A2 y2 plus A3 y3 divided by A1 plus A2 plus A3. So first y1 y2 y3 കമ്പ്യൂട്ട് ചെയ്യുക. y1 എന്ന് പറയുന്നത് A1ന്റെ സെൻട്രോയിഡ് മുതൽ നമ്മുടെ റെഫറൻസ് ആക്സിസ് എന്ന് പറയുന്നത് ഐ സെക്ഷന്റെ ടോപ്പ് ആണ്. സോ ടോപ്പ് വരെയുള്ള ഡെപ്ത്. ദെൻ y2 എന്ന് പറയുന്നത് സെക്കൻഡ് ഏരിയയുടെ സെൻട്രോയിഡ് മുതൽ ടോപ്പ് വരെയുള്ള ഡെപ്ത്. ദെൻ y3 എന്ന് പറയുന്നത് തേർഡ് ഏരിയയുടെ സെൻട്രോയിഡ് മുതൽ ടോപ്പ് വരെയുള്ള ഹൈറ്റ്. ദെൻ A1 A2 A3 കമ്പ്യൂട്ട് ചെയ്യുക. y1 y2 y3 ആൻഡ് A1 A2 A3 കിട്ടിക്കഴിഞ്ഞാൽ ഫൈൻഡ് y bar. സോ y bar നമുക്ക് 172.06 mm എന്ന് കിട്ടി. അതായത് ടോപ്പിൽ നിന്നും 172.06 mm മാറിയാണ് നമ്മുടെ ന്യൂട്രൽ ആക്സിസ് അല്ലെങ്കിൽ സെൻട്രോയിഡൽ ആക്സിസ് കിടക്കുന്നത്. ഇനി നമുക്ക് മാക്സിമം ഡെപ്ത് ആണ് വേണ്ടത്. y max എന്ന് പറയുന്നത് മാക്സിമം ഡെപ്ത് ടു സെൻട്രോയിഡൽ ആക്സിസ് ആണ്. സോ ടോപ്പ് മുതൽ സെൻട്രോയിഡൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് 172.06 mm ആണ്. ഇനി ബോട്ടം മുതൽ സെൻട്രോയിഡൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് കിട്ടാനായിട്ട് 300 minus 172.06 ചെയ്താൽ മതി. So you will get 127.94. So 127.94 ആണ് ബോട്ടം മുതൽ ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡെപ്ത്. സോ y എന്ന് പറയുന്നത് z is equal to I by y ലെ y എന്ന് പറയുന്നത് മാക്സിമം ഡെപ്ത് ടു ന്യൂട്രൽ ആക്സിസ് ആണ്. സോ y max is 172.06 mm. Then find I is equal to composite section ആയതുകൊണ്ട് തന്നെ use parallaxis theorem. IG1 plus A1H1 square plus IG2 plus A2H2 square plus IG3 plus A3H3 square. So IG1, IG2 and IG3 compute ചെയ്യാം. H1, H2, H3 compute ചെയ്യാം and find moment of inertia about centroidal axis. So ഒരു സെക്ഷന്റെ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് സെൻട്രോയിഡൽ എക്സ് ആക്സിസ് ആണ്. So moment of inertia about centroidal axis നമുക്ക് കിട്ടി. Next, z is equal to I by y. I already നമുക്ക് കിട്ടിയിട്ടുണ്ട്. y max നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. Then find my. My is equal to fy into z. Z ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. So yield moment കിട്ടിക്കഴിഞ്ഞാൽ next step is to find the plastic moment capacity. So plastic moment capacity കിട്ടാനായിട്ട് first you need to locate the plastic neutral axis. So plastic neutral axis locate ചെയ്യാൻ since നിങ്ങൾക്ക് തന്നിരിക്കുന്ന section unsymmetric about x axis ആയതുകൊണ്ട് ഈ സെക്ഷനിൽ എങ്ങനെ ചെയ്തു അതുപോലെ വേണം ചെയ്യാനായിട്ട്. സോ ഞാൻ ഇവിടെ assume ചെയ്യാണ് let the plastic neutral axis lies on the web which is at a distance yp from the top. ഈ given unequal I sectionന്റെ ടോപ്പിൽ നിന്നും yp ഡിസ്റ്റൻസ് മാറി I sectionന്റെ വെബിലാണ് plastic neutral axis ലൈ ചെയ്യുന്നതെന്ന് ഞാൻ assume ചെയ്യുന്നു. സോ ഫിഗർ നോക്കാം. ടോപ്പിൽ നിന്നും yp ഡിസ്റ്റൻസ് മാറിയിട്ടാണ് നമ്മുടെ പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് വെബിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് yp കമ്പ്യൂട്ട് ചെയ്യുക. ഫോർ ദാറ്റ് നമ്മൾ പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസിന്റെ മുകളിലുള്ള കംപ്രഷൻ റീജിയനിലെ ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ ഏരിയയുടെ ഹാഫ് ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ആ കണ്ടീഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ yp കമ്പ്യൂട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് AC is equal to A by 2 where AC എന്ന് പറയുന്നത് കംപ്രഷൻ റീജിയനിലെ രണ്ട് റെക്ടാംഗിളിന്റെ ഏരിയ ആണ്. ദാറ്റ് ഈസ് A1 plus A2 which is equal to total area divided by 2. Then you will get YP as 225 mm. So YP 225 mm എന്ന് കിട്ടി, which means our plastic neutral axis lies on the web of this given section. So plastic neutral axis locate ചെയ്ത് കഴിഞ്ഞാൽ MP calculate ചെയ്യാനുള്ള ഫോർമുല Fy into A1 y1 plus Fy into A2 y2 plus Fy into A3 y3 plus Fy into A4 y4. So first A1, A2, A3, A4 and y1, y2, y3, y4. Area compute ചെയ്യുന്നതും y1, y2, y3 compute ചെയ്യുന്നതും എങ്ങനെയെന്ന് ഓൾറെഡി ഫസ്റ്റ് പ്രോബ്ലത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സെയിം തന്നെയാണ് ഇവിടെയും. സോ ഏരിയ ആൻഡ് സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് കമ്പ്യൂട്ട് ചെയ്യുക. y1, y2, y3 എന്ന് പറയുന്നത് ഓരോ ഏരിയയുടെയും സെൻട്രോയിഡ് മുതൽ y1 എന്ന് പറയുന്നത് A1ന്റെ സെൻട്രോയിഡ് മുതൽ പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡെപ്ത്.
അതുപോലെ y2 എന്ന് പറയുന്നത് A2ന്റെ സെൻട്രോയിഡ് മുതൽ പ്ലാസ്റ്റിക് ന്യൂക്ലിയസ് വരെയുള്ള ഡെപ്ത്. അതുപോലെ y3 എന്ന് പറയുന്നത് A3യുടെ സെൻട്രോയിഡ് മുതൽ പ്ലാസ്റ്റിക് ന്യൂക്ലിയസ് വരെയുള്ള ഡെപ്ത്. അതുപോലെ y4 എന്ന് പറയുന്നത് A4ന്റെ സെൻട്രോയിഡ് മുതൽ പ്ലാസ്റ്റിക് ന്യൂക്ലിയസ് വരെയുള്ള ഡെപ്ത്. സോ A1, A2, A3, A4 and y1, y2, y3, y4 compute ചെയ്യാം and find plastic moment MP. So plastic moment കിട്ടിക്കഴിഞ്ഞാൽ already നമുക്ക് yield moment കിട്ടിയിട്ടുണ്ട്. Then find shape factor using the formula S is equal to MP divided by My. Equational MP and My value substitute here, you will get shape factor as 1.397. Okay, so ഇങ്ങനെയാണ് unequal I sectionന്റെ shape factor determine ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് കോമ്പോസിറ്റ് സെക്ഷന്റെ ഷേപ്പ് ഫാക്ടർ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം എന്നാണ്. ഈ 3 പ്രോബ്ലംസും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. കോമ്പോസിറ്റ് സെക്ഷന്റെ ഷേപ്പ് ഫാക്ടർ ഡിറ്റർമിൻ ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന സെക്ഷൻ അൺസിമെട്രിക് അബൌട്ട് x ആക്സിസ് ആണെങ്കിൽ ഫസ്റ്റ് യു നീഡ് ടു ലൊക്കേറ്റ് ദി സെൻട്രോയിഡൽ x ആക്സിസ്. സോ ഫസ്റ്റ് സെൻട്രോയിഡൽ x ആക്സിസ് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ് വേണം moment of inertia about centroidal axis and maximum depth to centroidal axis compute ചെയ്യാനായിട്ട്. Okay, അപ്പോൾ കോമ്പോസിറ്റ് സെക്ഷന്റെ ഷേപ്പ് ഫാക്ടർ ഡിറ്റർമിൻ ചെയ്യാൻ പ്രോബ്ലംസ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.